രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 11ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി പട്ടി പൊലയാടി പുണ്ടം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലുള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയൊരു സന്തോഷമുണ്ട്. നമ്മളിൽ പലരും പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് തെറിത്താത്ത എന്ന ഷെഫീന ബീവി എല്ലാവരെയും വെച്ച് അത്രയും അധപ്പതിച്ച നിലവാരമില്ലാത്ത തരത്തിൽ പ്രതികരിക്കുന്നത്, വിമർശിക്കുന്നത്. അത്രയ്ക്കും എന്താ പറയുന്നത്, കക്കൂസ് മാലിന്യം എന്നൊക്കെ പറയുന്നത് അത്ര പോലും അവരെ ഉപമിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു അവരുടെ വാക്കുകൾ. അപ്പോൾ അവർക്കെതിരെ വിമർശിക്കാൻ അതേ നിലവാരത്തിൽ ആരും ഇതുവരെ വിമർശിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മളൊക്കെ വായിൽ നിന്ന് അത്രയ്ക്ക് തറ നിലവാരത്തിലുള്ള വാക്കുകൾ പഠിച്ചിട്ടില്ല. നമ്മുടെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. നമ്മുടെ നാഗച്ചേച്ചിയില്ലേ, നാഗദേവി ചേച്ചി നല്ല ഭരണിപ്പാട്ട് ഷെഫീന ബീവിക്കെതിരെ അങ്ങ് പാടിക്കൊടുത്തിട്ടുള്ളൊരു വീഡിയോ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഷെഫീന ബീവി ഒരു ഉപദ്രവം ചെയ്യാത്ത രേണുസുധിയെക്കുറിച്ചൊക്കെ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചൊക്കെ പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഷെഫീന ബീവിക്ക് ശാപവാക്കുകൾ ചൊരിയും. ഈ ഷെഫീന ബീവിയുടെ നാവ് പുഴുത്തു പോട്ടെ, നാവിന് ക്യാൻസർ വരട്ടെ എന്നൊക്കെ അത്രയ്ക്കും ആൾക്കാർക്ക്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത്രയ്ക്കും വിഷമം കൊണ്ടാണല്ലോ ഇങ്ങനെ ശാപവാക്കുകൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നാഗച്ചേച്ചിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ വീഡിയോയുടെ കാരണം 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി വൈറലാവുന്ന ഒരു കാര്യമാണ്. നടി മഞ്ജു പിള്ളയുടെ മകള് 2023 ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഷെഫീന അത് മറ്റൊരു തരത്തിലാണ് കണ്ടത്. കാരണം ഷെഫീനയല്ല പലരും, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമൊക്കെ 2 ടൈപ്പ് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മിസ്യൂസ് ചെയ്യുന്നതല്ല, ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് കാറ്റഗറിയിൽപ്പെട്ടത് അവർ ഈ കുറ്റിക്കാട്ടിലും മുള്ളുമുരിക്കിൻ്റെ മുകളിലും വള്ളത്തിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ വെച്ചിട്ട് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അതുവഴിയും പല വൃത്തികെട്ട തരത്തിലും ഏണിങ്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് സ്ത്രീകളുണ്ട്. ആ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെട്ട ആളാണ് ഈ ദയ സുജിത്ത് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഷെഫീന ബീവിയും ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ ദയ സുജിത്തിന്റെ കാറ്റഗറി അവർ ഇന്റർനാഷണൽ ലെവലിൽ ഇറ്റലിയൊക്കെ പോയി ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിച്ച് അവരുടെ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു വർക്ക് അവർക്ക് അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ അവരുടെ നഗ്നത പ്രദർശിപ്പിച്ച് അതുവഴി മറ്റ് സബ്സ്ക്രിപ്ഷനും മറ്റും ചെയ്തുകൊണ്ട് ആണുങ്ങളിൽ നിന്ന് പൈസ പിടിച്ച് പറിക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം. അവർക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ. അല്ലാതെ അവരെടുത്ത ഫോട്ടോ അവരുടെ ബെഡ്റൂമിൽ പോസ്റ്റ് ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ട് ആൾക്കാർ അറിയുക, അവർ പഠിച്ച അത് ആ ഒരു കലയെ വളർത്താനൊന്നും പറ്റില്ല. പക്ഷെ ഷെഫീന ബീവി അത് മറ്റൊരു തരത്തിൽ കണ്ട് അത്രക്ക് അധപ്പതിച്ച ഒരു അച്ഛനുമായിട്ട് വരെ കമ്പയർ ചെയ്ത് അതൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. അങ്ങനെ ചെയ്തതിനെ കുറിച്ച് പലരും ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. ഇതുവരെ രേണുസുധിയെക്കുറിച്ചൊക്കെ ഷെഫീന ബീവി പറയുമ്പോൾ ആരും വിമർശിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ദയാസുജിത്തിന്റെ കാര്യത്തിൽ ഫിലിം ഫീൽഡിലുള്ളവരും എല്ലാവരും ഷെഫീന ബീവിയെ വിമർശിച്ച് വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഷെഫീന ബീവി പ്രധാനമന്ത്രിയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിരുന്നു, രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെതിരെ അവർക്കെതിരെ നടപടി എടുത്തോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അന്വേഷിക്കാറില്ല. പക്ഷെ ഈ ഒരു നാഗച്ചേച്ചി ഇട്ട കണ്ടപ്പം ഭയങ്കര സന്തോഷം. നമുക്ക് നാഗച്ചേച്ചി പറഞ്ഞ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഷെഫീന ബീവിക്ക് അനുകൂലിച്ച് ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യം കമൻ്റ് ഇട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട നിമിഷ ബിജോയെ പോലെയോ അല്ലെങ്കിൽ മറ്റേ തുമ്പി എന്ന് പറയുന്ന അവരെ പോലെയോ വേറെയും ഏതൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അവരെ പോലെ സബ്സ്ക്രിപ്ഷൻ ഓൺ ചെയ്ത് ആൾക്കാർക്ക് തന്നെ നഗ്നത വിറ്റ് പൈസ ആക്കുന്ന തരത്തിൽ ആ കൂട്ടത്തിൽ പെട്ട ഒരാളല്ല ഈ ദയ സുജിത്ത്. അപ്പോൾ നാഗച്ചേച്ചി പറഞ്ഞ ആ വീഡിയോയിലേക്ക് പോകാം. അത് കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം. വീഡിയോയിലേക്ക് പോവാം. രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 11ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കാണാൻ നിൽക്കാൻ പറ.
കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിന്റെ അടുത്ത് എന്താ വന്നോടി പട്ടി പൊലയാരിപ്പുണ്ട കുറി മോളെ, ഈ തെറിയത്താത്ത എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ. നിനക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട് മുഴുക്കി അതിരുന്ന് തോന്നിയ ദിവസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. നിന്റെ പൂതിയിലോട്ട് ഞാൻ വന്നോടി മൈൻഡേ ഇല്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഇനി നന്നായിട്ട് കിടന്നോടും, എല്ലാവർക്കും ഇഷ്ടമാണ്. നിന്നെ ആർക്ക് വേണം, കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തെങ്കിലും മൈര്യത്തരം അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. നിന്റെ കൂതി ഇരുന്നങ്ങ് പൊളക്കു വന്നോടി മൈര്യത്തി. എടി മൈര്യത്തി, നിനക്ക് എത്ര പേരുടെ ശാപം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിന്നെ ഇട്ട് തെറി വിളിച്ച് കൊല്ലുക. എൻ്റെ കൂടെ ശാപം നീ വാങ്ങിച്ചു. മൈര്യത്തി തെറിയതാത്ത എന്ന് പറയുന്ന ഷെബീന ബീബി കുണ്ടത്തി പൂറി പോളെ. നീ ഒരു പെണ്ണാന്നോടി. അതുകൊണ്ട് എല്ലാവരും നാണ്ട് ഇങ്ങനെ ലൈക്ക് ചെയ്തുന്നുണ്ട് എനിക്ക്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം, ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.